ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കുന്നതിനായുള്ള ചർച്ച നാളെയും തുടരും. പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വച്ചത്. എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമാവാതെ വന്നതോടെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. സമരത്തിന്റെ 53-ാം ദിവസം ഒത്തുതീർപ്പാക്കാൻ മന്ത്രി വിളിച്ച ചർച്ച നീണ്ടത് 3 മണിക്കൂർ. പക്ഷേ സമരം തീർക്കുന്നതിൽ മാത്രം തീരുമാനമായില്ല. ആശാവർക്കർമാരുടെ പ്രശ്നം പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്നതാണ് സർക്കാർ മുന്നോട്ട് വെച്ച ഫോർമുല. എന്നാൽ സമരസമിതി നിർദ്ദേശത്തെ അനുകൂലിച്ചില്ല. കഴിഞ്ഞ 2 ചർച്ചയിൽ നടന്നതുപോലെ ഓണറേറിയത്തിൻ്റെ വർധനവിനെ സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടായില്ല എന്നും, ഇന്ന് 53 ദിവസം സമരം പിന്നിടുകയും 15 ദിവസം സ്ത്രീകളിങ്ങനെ നിരാഹാരം കിടക്കുകയും വെയിലത്തും മഴയത്തും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കമ്മിറ്റി വെക്കാം, IAS ഉദ്യോഗസ്ഥനടക്കമുള്ള ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം പരിഗണിക്കാമെന്ന് പറയുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കണം, വിരമിക്കൽ ആനുകൂല്യം നൽകണം, പെൻഷൻ അനുവദിക്കണം തുടങ്ങി സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ തീരുമാനമായില്ല. 3000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാൻ തയ്യാറാകണമെന്ന ആവശ്യവും സമരക്കാർ മുന്നോട്ട് വെച്ചു. എന്നാൽ 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് നൽകുമെന്നും അതിനുശേഷം വിഷയങ്ങൾ പരിഗണിക്കാമെന്നും മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. ഇവരുന്നയിക്കുന്ന വിഷയവുമായിട്ട് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ച് കമ്മിറ്റി ഒരു സമയബന്ധിതമായിട്ട് ഇക്കാര്യത്തിൽ ഒരു അവലോകനം നടത്തി ആ ശുപാർശ സമർപ്പിക്കട്ടെ. ആ സൊല്യൂഷൻ അംഗീകരിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. INTUC, CIT ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ പിന്തുണയ്ക്കുകയാണ്. ചർച്ചയിൽ അനുകൂല തീരുമാനമില്ലെന്ന് വന്നതോടെ സമരപന്തലിൽ വീണ്ടും പ്രതിഷേധം. MG റോഡ് സമരക്കാർ ഉപരോധിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നാളെയും തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ ഭാവി എന്താകുമെന്നാണ് ഇനി അറിയേണ്ടത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.